അതെ, ഞാൻ വീണ്ടും ബാംഗ്ലൂർക്ക് പോവാട്ടോ. ഞാനും അമ്മയും കൂടാണ് വീട്ടിൽ നിന്ന് പുറപ്പെട്ടത്. പക്ഷെ പകുതി വഴി വരെ അമ്മയുള്ളൂ. ഈ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഇപ്പം വാങ്ങിച്ചതേ ഉള്ളൂ. വാങ്ങിച്ചപ്പോൾ തന്നെ ഇടുകയും ചെയ്തു. പിന്നെ തൊട്ടടുത്ത കടയിൽ നിന്ന് ഞാനും അമ്മയും കൂടെ നമ്മുടെ ദേശീയ ഭക്ഷണമായ പൊറോട്ടയും ബീഫും വാങ്ങിച്ച് കഴിച്ചു. പിന്നെ ഒരു പാഴ്സലും പറഞ്ഞു. പാഴ്സൽ കണ്ടാലറിയാം എന്തായിരിക്കും എന്നല്ലേ. അതെ, ചിക്കൻ ബിരിയാണി തന്നെയാണ്. പിന്നെ അമ്മ വീട്ടിലേക്കും പോയി. ഞാൻ കോട്ടയം റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ബസ്സിലും കയറി. ബസ്സിലിരിക്കുമ്പോൾ സൈഡ് സീറ്റിലിരിക്കണമെന്ന് ഭയങ്കര നിർബന്ധമാണ്. അതുകൊണ്ട് എന്താ, മുടി മുഴുവൻ മുഖത്താണ്. പിന്നെ ട്രെയിനിൽ കയറിയപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും വന്ന് അവർ വളരെ സന്തോഷത്തിലാണ് കേട്ടോ. എല്ലാവരും വിശേഷങ്ങളൊക്കെ പറഞ്ഞു. നമ്മുടെ ജൂനിയേഴ്സ് ഉണ്ടായിരുന്നു, നമ്മളുണ്ടായിരുന്നു. അത്രയും ദിവസത്തെ ഗ്യാപ്പിന് ശേഷം കണ്ടപ്പോൾ നടന്ന വിശേഷങ്ങളും എല്ലാ കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് സന്തോഷിച്ച് ഉല്ലസിച്ചാണ് എല്ലാവരും പോയത്. ഈ കക്ഷി ഉണ്ടല്ലോ, ഭയങ്കര കുരുത്തക്കേടാണ് കേട്ടോ. തിരിച്ച് ഞാനും കൊടുത്തിട്ടുണ്ട്. അത് പക്ഷേ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അങ്ങനെ എല്ലാവരും സന്തോഷിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് ക്ഷീണിച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഉറങ്ങുകയും ചെയ്തു. ഉറങ്ങി എണീറ്റപ്പോൾ എന്താ, നമ്മൾ ബാംഗ്ലൂരിലെത്തി. നല്ല തണുപ്പുണ്ടായിരുന്നു. പക്ഷേ എന്നാലും രാവിലെ മുഖമൊക്കെ കഴുകി പല്ലൊക്കെ തേച്ച് അവരവരുടെ മേക്കപ്പൊക്കെ ചെയ്ത് ഇറങ്ങാൻ വേണ്ടി കാത്തിരുന്നു. ഇറങ്ങിയപ്പോൾ യാതൊരു തിരക്കുമില്ല കേട്ടോ. ഭയങ്കര ഫ്രീ ആയിരുന്നു എല്ലാവരും. വലിയ സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു, നടക്കാൻ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ പോയത് ബസ് സ്റ്റാൻഡിലേക്കാണ്. ബസ് ഉടനെ വരും. ഒരു ബസ് നമ്മൾ കണ്ടു, പക്ഷേ ആ ബസ്സിൽ കയറിയില്ല. എന്താണെന്ന് വെച്ചാൽ സീറ്റില്ലായിരുന്നു. എല്ലാവരും ബസ് കാത്തു നിൽക്കുന്നതിലുള്ള ഒരു വിഷമത്തിലാണ്. കുറേ നേരമായി നിൽക്കാൻ തുടങ്ങിയിട്ട്, അതുകൊണ്ടാണ്. പിന്നെ നമ്മളൊരു ബസ് വന്നു, ബസ്സിൽ കയറി ടിക്കറ്റൊക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോഴല്ലോ ഒരു സ്ഥലം ഞാൻ കണ്ടു. നിങ്ങളിത് കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എനിക്കത് മനസ്സിലായില്ല. വീഡിയോ എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചത് ഒരു പാലസ് ആയിരിക്കും എന്നാണ്. പക്ഷേ ഞാൻ ഗൂഗിളിൽ യൂട്യൂബിലൊക്കെ നോക്കിയപ്പോൾ ഇത് കർണാടക നിയമസഭാ മന്ദിരം എന്നാണ് കണ്ടത്. ഇതിന് വിധാൻ സൗധ എന്നാണ് പറയുന്നത്. എന്നാണെങ്കിലും കാണാൻ നല്ല ഭംഗിയുള്ളതുകൊണ്ട് വെറുതെ വീഡിയോ എടുത്ത് വെച്ചതാണ്. പിന്നെ മജസ്റ്റിക്കിൽ ചെന്നു. നമ്മൾ വീണ്ടും നമ്മുടെ ദേശീയ ഭക്ഷണമായ പൊറോട്ടയും മുട്ടക്കറിയുമാണ് കഴിച്ചത്. പിന്നെന്താ, മജസ്റ്റിക്കിൽ ചെന്ന് നമ്മളുടെ കോളേജിലേക്ക് പോകുന്ന ബസ്സിലേക്ക് കയറി. അതിനൊരു 1 മണിക്കൂർ മിച്ചം നമ്മളിരുന്നു. പിന്നെ അവിടുന്ന് ഓട്ടോയിൽ കയറി കോളേജിലെത്തി കുറച്ച് നേരം അവിടെ ഇരിക്കേണ്ടി വന്നു. ഒരു ലെറ്ററൊക്കെ കൊടുക്കണമായിരുന്നു. ലെറ്റർ കൊടുത്ത ഉടനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മളെ വിളിച്ചു. നമുക്ക് SSLCയും കിട്ടി, കോഴ്സ് കംപ്ലീഷനും കിട്ടി. പിന്നെ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ സിസ്റ്ററിൻ്റെ കോളേജിൽ പോകണമെന്ന് പറഞ്ഞു. ഞാനും എൻ്റെ 2 ഫ്രണ്ട്സും കൂടി പിന്നെ അങ്ങോട്ടേക്ക് പോയി. ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു. പനിയാണ് എനിക്ക്, എന്നിട്ടാണ് ഞാൻ ഈ ഐസ്ക്രീമൊക്കെ കഴിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ പോകുന്ന ഈ വണ്ടി ഉണ്ടോ, ഇതൊരു ട്രക്കാണ് കേട്ടോ. വണ്ടിയൊന്നും ഇല്ല അതുവഴി. സാധാരണ കിട്ടാൻ ഭയങ്കര പാടാണ്, ഇപ്പോൾ റോഡ് പണിയുന്നുണ്ട്. പിന്നെ നമ്മളൊരു ട്രക്കിന് കൈ കാണിച്ചു. ഏതായാലും ആ ചേട്ടൻ കയറ്റി. ഒരു പാവമായിരുന്നു കേട്ടോ, ഒരു തമിഴനാണ് ആൾ. പക്ഷെ സേഫായിട്ട് നമ്മൾ സിറ്റിയിൽ കൊണ്ടിറക്കി. അവിടെ ചെന്ന് അവളുടെ കോളേജിൽ ചെന്ന് അവളെ ഒന്ന് കാണണമായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് പോയത്. ഒരു അരമണിക്കൂർ നമുക്കവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. സംഭവം നമ്മൾ 6 മണിയായി അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ 7 മണിക്കാണ് നമുക്ക് ട്രെയിൻ. പാഴ്സലൊക്കെ വാങ്ങിച്ച് ഊബറൊക്കെ ബുക്ക് ചെയ്ത് സ്റ്റേഷനിലെത്തിയപ്പോൾ വണ്ടി പോകാനുള്ള അനൗൺസ് ഒക്കെ ചെയ്യുന്ന കേട്ടു. പക്ഷെ ഓടി നമ്മൾ കയറി കേട്ടോ. അപ്പോഴത്തേന് ഫ്രണ്ട്സൊക്കെ നമ്മളവിടെ നോക്കി ഇരിപ്പുണ്ടായിരുന്നു. ചെന്ന ഉടനെ ഫുഡ് കഴിച്ചു. പക്ഷെ അതിൻ്റെ വീഡിയോ എടുത്തില്ല, വിശന്നിരുന്നോണ്ടേ. പിന്നെ എല്ലാവരും ക്ഷീണിച്ച് കിടന്നുറങ്ങി. രാവിലെ എണീറ്റ് സ്റ്റേഷനിൽ നിന്ന് കുറച്ച് നടക്കണമായിരുന്നു സ്റ്റാൻഡിലേക്ക്. നമ്മൾ എറണാകുളത്താണ് ഇറങ്ങിയത്. സ്റ്റാൻഡിൽ ചെന്ന് ഒരു ചായയൊക്കെ കുടിച്ച് പാസ്സാക്കി. കാരണം എല്ലാവരും ക്ഷീണിച്ചിരിക്കുകയാണല്ലോ. ക്ഷീണം ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ചായ കുടിച്ചു. പിന്നെ ബസ്സിൽ കയറി. ഒരു 2 മണിക്കൂർ ഇരുന്നെന്ന് തോന്നുന്നു. വളരെയധികം ദേഹമൊക്കെ വേദനിച്ച് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും അപ്പോൾ ബോറടിച്ച് ഞങ്ങൾ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. പിന്നെ ഇരിക്കുന്ന ആളുണ്ടല്ലോ, ഈ കക്ഷിക്ക് നമ്മുടെ ജൂനിയേഴ്സ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ, അവരെയൊക്കെ രാവിലെ വിളിച്ചെഴുന്നേൽപ്പിക്കണം. അവർ കോളേജിൽ പോകുന്നതല്ലേ, അവരെഴുന്നേക്കട്ടെ എന്നും പറഞ്ഞു ഒരാളെ വിളിക്കുകയാണ്. അവനെ വിളിച്ച് പ്രാങ്ക് ചെയ്യുകയാണ്. ആരോ വിളിക്കുന്നു പേടിപ്പിക്കാനൊക്കെ. പക്ഷെ അവൻ പേടിച്ചിട്ടൊന്നുമില്ല. അവൻ തിരിച്ച് വഴക്കുണ്ടാക്കുകയാണ് രാവിലെ വിളിച്ച് എഴുന്നേൽപ്പിച്ചതിന്. പിന്നെ അങ്ങനെയൊക്കെ ഇരുന്ന സമയം പോയി. നമ്മൾ ബസ് സ്റ്റാൻഡിലെത്തി. KSRTC ബസ് സ്റ്റാൻഡ് കോട്ടയത്താണ് ഇറങ്ങിയത്. എല്ലാവരും അവിടുന്ന് പല വഴിക്കാണ് പോകുന്നത്. യാത്രയൊക്കെ പറഞ്ഞു. നമ്മൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. ഈ സ്ഥലം എല്ലാവർക്കും പരിചയം കാണുമല്ലോ, പ്രത്യേകിച്ച് പറയണ്ട. പിന്നെ ബസ് സ്റ്റോപ്പിലെത്തി. ഞാനും വേറൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവൾക്ക് എൻ്റെ ബസ് വന്ന് കഴിഞ്ഞിട്ടാണ് പിന്നെ വന്നത്. ഞാൻ ബസ്സിൽ കയറി. പിന്നെ എൻ്റെ ബ്രദർ വന്ന് നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ
വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ആളുടെ കൂടെ ഞാൻ വീട്ടിലേക്ക് പോയി. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു, പിന്നെ കാണാം.